നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് നമ്മുടെ പ്രവൃത്തി ദോഷം കൊണ്ടല്ല, നമ്മുടെ വായുടെ ദോഷം കൊണ്ടൊന്നുമല്ല, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കാത്തത് കൊണ്ടൊന്നുമല്ല, മറ്റുള്ളവരെ മാനിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപദ്രവം മറ്റുള്ളവർക്ക് ചെയ്തത് കൊണ്ടോ ഒന്നും അല്ല നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അനേകം കഷ്ടങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. എന്തുകൊണ്ടാണെന്ന് അറിയോ? മെയിനായിട്ട് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ കഷ്ടത എന്ന് പറയുന്നത് ദൈവം അവന് കൊടുക്കുന്ന ദർശനം നിമിത്തമുള്ള കഷ്ടപ്പാടാണ്. നിങ്ങളത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമുക്ക് ദൈവം തരുന്നതായ ചില ദർശനങ്ങൾ മറ്റുള്ളവരെ നമുക്ക് ശത്രുക്കളാക്കി മാറ്റുന്നു. യോസെഫിന്റെ അനുഭവത്തിലേക്ക് ഒന്ന് കടന്നു വരാം. ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായം നാം വായിക്കുമ്പോൾ യോസെഫ് തന്റെ നിർമ്മല മനസാക്ഷി, ശുദ്ധ മനസാക്ഷിയിൽ താൻ ഒരു ചെറുപ്പക്കാരനായിരിക്കെ തന്നെ ദൈവം എങ്ങനെയാണോ ഉപയോഗിക്കാൻ പോകുന്നതെന്നുള്ളതായ ഒരു വലിയ ദീർഘദർശനം, ഒരു ഉദ്ദേശം, തൻ്റെ ജീവിതത്തിലെ ഒരു ചിട്ടപരമായിട്ടുള്ളതായ ചിന്താഗതി അവൻ കൈവരിക്കുന്നതിന് വേണ്ടി കൃപയോടുകൂടി ദൈവം അവനെ നിറച്ചതിന് ശേഷം അവന് ചില ദർശനം കൊടുത്തു. ആ ദർശനം ആദ്യം അവൻ്റെ നല്ല ശുദ്ധ മനസാക്ഷിയിൽ ചെന്ന് ജ്യേഷ്ഠന്മാരോട് അവനങ്ങ് അറിയിച്ചു. കണ്ടോ, നമ്മളെല്ലാവരും വയലിൽ കൊയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കറ്റ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നു. അതിനുശേഷം ബാക്കിയുള്ള കറ്റകളെല്ലാം വന്ന് എനിക്ക് ചുറ്റും നിന്ന് എൻ്റെ കറ്റയെ നമസ്കരിച്ചു. ഇത് കേട്ടപ്പോൾ തന്നെ സഹോദരന്മാർക്കങ്ങ് അരിശം പൂണ്ടു. ആ കേൾവിയിൽ സഹോദരന്മാരുടെ ഉള്ളിൽ പിശാച് കടന്നു. അവന് ശത്രുഗണം അവിടെ രൂപീകൃതമായി തുടങ്ങി. ദൈവം നമുക്ക് തരുന്ന ദർശനം അത് നമുക്ക് ശത്രുക്കളെ കൊണ്ടുവരും. തൻ്റെ സഹോദരന്മാർ തന്നെ അപായപ്പെടുത്തും എന്ന് ദൈവത്തിന് നന്നായിട്ട് അറിയാം. അവന് ശത്രുക്കളായിട്ട് സഹോദരന്മാർ മാറിയത് കൊണ്ട് സ്വർഗം ദർശനത്തിന് ഒരു സ്റ്റോപ്പ് ചെയ്തില്ല, പിന്നെയും ദർശനം അയച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ലോകത്തിലുള്ളതായ പല പാടുകളിൽ കൂടെയും കഷ്ടങ്ങളിൽ കൂടെയും അനേക യാതനകളിൽ കൂടെയും ആ ദർശനത്തിന്റെ പൂർത്തീകരണത്തിനായി യോസേഫ് പോകണം എന്ന് ദൈവം നിശ്ചയിച്ച വിഷയമാണ്. ദൈവത്തിന് സ്തോത്രം. വീണ്ടും ദർശനം കൊടുക്കാൻ തുടങ്ങി. വീണ്ടും യോസേഫ് ദർശനം കാണുകയാണ്. സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും എല്ലാം തൻ്റെ മുൻപിൽ വന്ന് തന്നെ നമസ്കരിക്കുന്നെന്ന് പോലും. എന്താണ് ഈ പറയുന്നത്? ഉൽപ്പത്തി പുസ്തകം 37-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തിൽ യോസേഫ് ഈ കാര്യം നേരത്തെ ജ്യേഷ്ഠന്മാർ കറ്റയുടെ വിഷയത്തിൽ ജ്യേഷ്ഠന്മാർ പിണങ്ങിയിരിക്കുകയാണ്. എന്നാൽ എൻ്റെ അപ്പനെങ്കിലും എന്നോട് സ്നേഹമായിട്ട് ഇടപെടും, ഞാൻ കണ്ട ദർശനത്തിന്റെ ദൈവീകത്വം അപ്പൻ മനസ്സിലാക്കും, അമ്മ മനസ്സിലാക്കുമെന്ന് വിചാരിച്ച് അപ്പനോട് വന്ന് പറഞ്ഞു. അതിൻ്റെ 10-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവൻ അത് അപ്പനോടും സഹോദരന്മാരോടും അറിയിച്ചപ്പോൾ അപ്പൻ അവനെ ശാസിച്ചു. നീ എന്താണ് ഈ പറയുന്നത്? നിന്റെ അപ്പനും അമ്മയും ഞങ്ങൾ മാതാപിതാക്കളും സഹോദരങ്ങളും എല്ലാം മൂത്തവരെല്ലാം വന്ന് നിന്നെ നമസ്കരിക്കുമോ? അങ്ങനെ ഒരു കാലയളവ് ഉണ്ടാകുമോ? ബുദ്ധിയോടല്ലേ മോനെ പറയുന്നത്? നോക്കൂ, അവൻ പ്രതീക്ഷിച്ച അപ്പനിൽ നിന്നും അവനൊരു മാന്യത കിട്ടിയില്ല, അവനൊരു സ്നേഹം കിട്ടിയില്ല. എല്ലാവരും അവനെ ശാസിക്കുക. പക്ഷെങ്കിൽ സ്വർഗമുണ്ടോ? സ്വപ്നം നിർത്തുന്നു. വീണ്ടും 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 സ്വർഗത്തിൽ നിന്നും സ്വപ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. യോസേഫ് ആകെപ്പാടെ അങ്ങ് വലഞ്ഞു. എന്താണ് ചെയ്യുന്നത്? ഈ ദൈവത്തോട് തന്നെ യോസേഫിന് ഒരു വെറുപ്പ് തോന്നുന്നത് പോലെ. മറ്റാർക്കുമില്ലാത്തതായ ഒരു ദർശനം നീ എനിക്ക് മാത്രം തന്ന് എൻ്റെ വീട്ടിലും എൻ്റെ കൂട്ടുകാർക്കും എൻ്റെ സഹോദരങ്ങൾക്കും മാതാപിതാക്കൾക്കും സകലർക്കും ഞാൻ ശത്രുവായി മാറുന്നത് എന്ത്? ഈ സ്വപ്നമൊന്ന് നിർത്തിക്കൂടെ എന്ന് ദൈവത്തോട് ചിലപ്പോൾ യോസേഫ് ചോദിച്ചു കാണും. എന്നാൽ ചില ദിവസങ്ങൾക്ക് ശേഷം സഹോദരങ്ങളെ, അപ്പനും അമ്മയും സ്നേഹം കൊണ്ട് അവൻ്റെ സ്വപ്നങ്ങളെയൊക്കെ അങ്ങ് മറന്നു. അവൻ്റെ ബലഹീനതകളായിരിക്കും. കൊച്ചു കുഞ്ഞല്ലേ, അവൻ കണ്ട ദർശനവും സ്വപ്നവും ഒക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്ന വകതിരിവില്ലാത്ത ഒരു പയ്യൻ എന്ന് വിചാരിച്ചു കാണും. അപ്പൻ സഹോദരന്മാരുടെ അടുത്തേക്ക് അവനെ പറഞ്ഞയക്കുമ്പോൾ ദൂരെ നിന്ന് സഹോദരന്മാർ അവനെ കണ്ടു. ദൈവത്തിന് സ്തോത്രം. അതേ അധ്യായത്തിന്റെ 19-ാം വാക്യത്തിൽ അല്ലെങ്കിൽ 18-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: അവർ അവനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന്
അവൻ അടുത്തു വരും മുമ്പേ അവന് വിരോധമായി ദുരാലോചന ചെയ്തു. 19 വാക്യത്തിൽ വായിക്കുകയാണ്, അതാ സ്വപ്നക്കാരൻ വരുന്നു. ദൈവത്തിന് സ്തോത്രം. അതാ സ്വപ്നക്കാരൻ വരുന്നു. യോസേഫ് കേട്ടില്ല. വന്ന ഉടനെ തന്നെ അല്പം പോലും വൈകാതെ താൻ കണ്ട സ്വപ്നത്തിന് പ്രതിഫലം സഹോദരന്മാർ അവനെ അനുഭവിപ്പിച്ചു. പൊട്ടക്കിണറ്റിൽ എടുത്തിട്ടുടനെ ഒരു പക്ഷെങ്കിൽ ഈ സ്വപ്നം കാണിച്ച ദൈവത്തെ അവൻ എത്രമാത്രം മനസ്സുകൊണ്ട് ദൈവത്തോട് കോപമായിരുന്നു കാണും. നമ്മൾ കോപിക്കില്ലേ? അവൻ കേവലം ചെയ്ത ഒരു കുറ്റം കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെങ്കിൽ കോപിക്കാനില്ല. യോസേഫ് തന്റെ ജീവിതം കൊണ്ട്, തന്റെ വാക്കുകൊണ്ട്, തന്റെ പ്രവൃത്തി കൊണ്ട് തന്റെ സഹോദരന്മാർക്കോ മാതാപിതാക്കൾക്കോ ഒരു ദോഷവും ചെയ്തിട്ടില്ല. എന്നാൽ ഇതാ അവൻ കണ്ട സ്വപ്നം നിമിത്തം ഒരു ഉപദ്രവം അവൻ പൊട്ടക്കിണറ്റിലാക്കപ്പെട്ടിരിക്കുന്നു. ജീവിക്കാനും രക്ഷപ്പെടുവാനും യാതൊരു വഴിയുമില്ല. അപ്പോൾ സ്വപ്നം എങ്ങനെയാ നിറവേറുന്നത്? പക്ഷെ പൊട്ടക്കിണറ്റിലും യോസേഫിന് ഒരു പ്രത്യാശയുണ്ടായി. കാരണം സ്വപ്നം കാണിച്ചത് ദൈവമാണ്. ആ ദൈവത്താൽ അസാധ്യമായതൊന്നുമില്ല. ഈ പൊട്ടക്കിണറ്റിലായിരിക്കാം ഒരു പക്ഷെങ്കിൽ എൻ്റെ മാതാപിതാക്കളും സഹോദരങ്ങളും എന്നെ നമസ്കരിക്കാൻ വരുന്നത് എന്ന് യോസേഫ് വിചാരിച്ചു. വിശ്വാസത്താൽ. ഇവിടെയാണ് എബ്രായ ലേഖനം 11 അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നതായ വിശ്വാസത്താൽ ദൈവത്തിന് സ്തോത്രം എന്ന പദത്തിന്റെ അർത്ഥ സാഫല്യം അതിൻ്റെ ശബ്ദ തരംഗണിയോടുകൂടെ മുഴങ്ങുന്നത്. വിശ്വാസത്താൽ യോസേഫ് താൻ കണ്ട സ്വപ്നങ്ങളിൽ ഉറച്ചു നിന്നു. ദൈവം അത് നിവർത്തിക്കുന്ന സ്വപ്നമാണെന്ന് യോസേഫിന് വളരെ ഗൗരവമായിട്ടുള്ള ഒരു ചിന്താഗതി യോസേഫിനെ ഭരിച്ചു. വൃഥമായിട്ടല്ല. ദൈവം അവന് കൊടുത്ത ദർശനം വെറുതെ കാണിച്ചത് ഒരു സ്വപ്നമല്ല. അത് വരുവാനിരിക്കുന്ന ചില വിഷയങ്ങളെക്കുറിച്ച് ദൈവം അവനെ ഉപയോഗിക്കാൻ പോകുന്നുവെന്ന് ദൈവത്തിന്റെ ആത്മാവ് യോസേഫിനോട് സംസാരിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ അവൻ ധൈര്യം വീണ്ടെടുത്തു. പൊട്ടക്കിണർ വരട്ടെ, പൊത്തിഫേറിന്റെ ആ തടവറയിൽ ഇരുട്ടറയിൽ കിടക്കുമ്പോഴും യോസേഫിന് എന്താണ് പ്രത്യാശ? ചെല്ലുന്നിടത്തെല്ലാം ഉപദ്രവം, ഒരിടത്തും ഒന്ന് ആശ്വസിക്കുവാനില്ല. അവിടെയും യോസേഫ് വിശ്വാസത്തിന്റെ പദം കൊണ്ടുവന്നു. വിശ്വാസത്താൽ യോസേഫ് ഒരു കറ്റ എഴുന്നേറ്റ് നിൽക്കുന്ന ദിവസത്തെക്കുറിച്ച് യോസേഫ് മനസ്സിൽ കണ്ടു. ഒരു ദിവസം എന്റെ കറ്റ എഴുന്നേറ്റ് നിൽക്കും. ഒരു ദിവസം സൂര്യനും ചന്ദ്രനും 12 നക്ഷത്രങ്ങളും എന്റെ മുൻപിൽ വന്ന് നമസ്കരിക്കും. കാണിച്ചത് ദൈവമാണ്, സംസാരിച്ചത് ദൈവമാണ്, സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും ദൈവമാണ്. പ്രിയപ്പെട്ട ദൈവ പൈതലേ, ദൈവമാണ് നിനക്കൊരു ദർശനം തന്നിട്ടുള്ളതെങ്കിൽ ഉപദ്രവം തീർച്ചയായിട്ടുമുണ്ട്. നിന്നെയും പരിഹാസവും കഷ്ടങ്ങളും അത് നിമിത്തം നിനക്ക് സഹിക്കേണ്ടി വരും. സഹിച്ചേ പറ്റൂ. പക്ഷെങ്കിൽ അത് ദൈവമാണ് നിനക്ക് തന്നിരിക്കുന്നത് നിനക്ക് ഉറപ്പുണ്ടെങ്കിൽ വിശ്വാസത്താൽ അതിനെ ഏറ്റെടുക്കുക. ദൈവമാണ് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് കൊണ്ടുവരുവാൻ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി. അത് ചെയ്യും, ദൈവം ചെയ്യും. ഒരു ദിവസം വരും. എന്നാൽ ശത്രുക്കൾ നിന്നെ കാണുമ്പോൾ അവർ നിന്നെ വിളിക്കുന്നത് അതാ സ്വപ്നക്കാരൻ വരുന്നു. യെസ്, യോസേഫ് അത് കേട്ടിരുന്നെങ്കിൽ യോസേഫ് പറഞ്ഞേനെ, യെസ് ഞാൻ വരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം തരുന്ന ദർശനം അത് യാദൃച്ഛികമല്ല, അത് യാഥാർത്ഥ്യമാണ്. ദൈവം തരുന്നതായ ദർശനത്തിന് അത് ഉടനെ സംഭവിക്കുന്നതല്ല. ചിലപ്പോൾ ചില ആണ്ടുകൾ അതിനുവേണ്ടി കാത്തിരിക്കേണ്ടി വരും. ദൈവം തരുന്നതായ ദർശനത്തിന്റെ പേരിൽ നീ അനേക കഷ്ടങ്ങൾ സഹിക്കേണ്ടി വരും. ദൈവം തരുന്ന ദർശനത്തിന് ഒരന്ത്യമുണ്ടായിരിക്കും, ഒരു നിവൃത്തി ഉണ്ടായിരിക്കും. ദൈവം തരുന്ന ദർശനത്തിന് ചില തടവറകളും അല്ലെങ്കിൽ പൊട്ടക്കിണറുകളും നിനക്ക് സമ്മാനിച്ചേക്കാം. ഒരടിമത്തരമായ ജീവിതത്തിലേക്ക് നിന്നെ അത് കൊണ്ടുപോയേക്കാം. സാരമില്ല. ദർശനം സത്യമാണെങ്കിൽ, അത് ദൈവത്താലാണ് തന്നിട്ടുള്ളതെങ്കിൽ, ദൈവമാണ് നിന്നോട് സംസാരിച്ചിട്ടുള്ളതെങ്കിൽ, ദൈവമാണ് നിന്റെ മുൻപിൽ നിൽക്കുന്നതിനൊക്കെ ബോധ്യമായിട്ടുണ്ടെങ്കിൽ വിശ്വാസത്തോടുകൂടി ഏറ്റുകൊള്ളുക, ഏറ്റെടുത്ത് പറയുക. ഒരു ദിവസം വരും,
വൺ ഡേ ദാറ്റ് വിൽ കം. ഒരു ദിവസം നിന്റെ സ്വപ്നം യാഥാർത്ഥ്യമാകുന്ന ഒരു ദിവസമുണ്ട്. നിന്നോട് ദൈവം സംസാരിച്ചതായ വാക്കുകളൊക്കെയും നിറവേറുന്നതായ ഒരു ദിവസമുണ്ട്. ദൈവം നിന്നെ മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. നിന്റെ കണ്ണുനീര് മാറുന്ന ഒരു ദിവസമുണ്ട്. ദേശത്തിലെ പ്രഭുവാക്കുവാൻ ദൈവത്തിന് പദ്ധതിയുണ്ടെങ്കിൽ, പ്രിയ ദൈവവൈതലേ, ദൈവം ചില സാഹചര്യങ്ങൾ അതിനുവേണ്ടി കോർത്തിണക്കി കൊണ്ടുവരും. അത് ദൈവം ചെയ്യുക തന്നെ ചെയ്യും. ദൈവം അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ഒരു മനുഷ്യനും അത് തടസ്സം ചെയ്യുവാൻ സാധിക്കുകയില്ല. മനുഷ്യർ മാനുഷികമായ ചിന്തയിൽ വളരെയധികം കാര്യങ്ങളൊക്കെ ചിന്തിച്ചേക്കും. യാക്കോബ് ദൈവ മനുഷ്യനാണ്, അബ്രഹാമിന്റെ കൊച്ചുമകനാണ്. അബ്രഹാം, ഇസഹാക്ക്, യാക്കോബ്. അബ്രഹാം വിശ്വാസത്താൽ ചെയ്തതായ പല കാര്യങ്ങളും യാക്കോബിന് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അബ്രഹാമിനുണ്ടായിരുന്ന ദീർഘദൃഷ്ടി യാക്കോബിന് ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നുവെങ്കിൽ തൻ്റെ മകനോട് ദൈവം സംസാരിക്കുന്ന ഭാഷ യാക്കോബ് തിരിച്ചറിയുമായിരുന്നു. നോ, ദൈവം ചെയ്യുന്നതായ ചില പ്രവൃത്തികൾ ഒരു പക്ഷെങ്കിൽ നിന്റെ അപ്പനോടും അമ്മയോടും സഹോദരങ്ങളോടും പറയില്ല. ദൈവം നിന്നോട് മാത്രമേ പറയുള്ളൂ. ദൈവത്തിന് നിന്നെയാണ് ആവശ്യം. അവരോട് എന്തിന് ദൈവം കാണിക്കുക? അവരെ എന്തിന് ദൈവം കാണിക്കുന്നു? അവരോട് എന്തിന് ദൈവം സംസാരിക്കുന്നു? ദൈവത്തിന് കാര്യമുള്ളത് നിന്നോടാകുന്നു. പ്രൈസ് ദി ലോർഡ്. നിന്നെയാണ് ദൈവം ഉദ്ദേശിച്ചിട്ടുള്ളതെങ്കിൽ നിനക്ക് മാത്രം മനസ്സിലാകുന്ന ചില ഭാഷ ദൈവവും നീയുമായിട്ട് കൈകാര്യം ചെയ്യും. നിന്റെ അന്തരംഗങ്ങളിൽ ആ ഭാഷയുടെ തർജ്ജമയും ചെയ്യാൻ കഴിയും. നിന്റെ ആത്മാവിൽ ആ ഭാഷയ്ക്ക് ഒരു അർത്ഥം കൽപ്പിക്കുന്നുണ്ടാകും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എന്നാൽ ആ ആത്മാവ് നിനക്കൊരു മുന്നറിയിപ്പും തരും. ചില കഷ്ടങ്ങൾ നിനക്കായി കാത്തിരിക്കുന്നു. ചില പൊട്ടക്കിണറുകൾ നിനക്കായി കാത്തിരിക്കുന്നു. ജയിലറകൾ നിനക്കായി കാത്തിരിക്കുന്നു. എന്നാൽ അത് നിത്യമല്ല. അതൊരു അന്ത്യമല്ല. അതിനങ്ങേപ്പുറത്ത് there is a time, one day, ഒരു ദിവസമുണ്ട്. ഒരു ദിവസം വരും. നിന്റെ കാഠിന്യമായ നിന്റെ ആ ദാസ്യത്തിൽ നിന്നുള്ളതായ ഒരു വിടുതൽ, അധമമായ സ്ഥാനങ്ങളിൽ നിന്നുള്ളതായ ഒരു വിടുതൽ, കുണ്ടറകളിൽ നിന്നുള്ളതായ ഒരു വിടുതൽ, പൊട്ടക്കിണറ്റിൽ നിന്നും വലിച്ചു കയറ്റുവാനുള്ളതായ ഒരു വിടുതൽ, നിന്നെ വാങ്ങുവാൻ ഒരു ഇസ്മായിലേരെ ദൈവം പറഞ്ഞയക്കും. നിന്നെ വാങ്ങുവാൻ ഇഷ്ടപ്പെട്ട് അവർ ചോദിക്കുന്ന കാശ് കൊടുത്ത് നിന്നെ വാങ്ങുവാൻ ഒരു അടിമ കച്ചവടക്കാരനെ ദൈവം നിന്റെ മുൻപിൽ അയക്കും. അവനെ കൊണ്ട് നിന്നെ കൊണ്ടുപോകുന്നത് യഥാർത്ഥ സ്ഥാനത്ത്. എവിടെയാണ് ദൈവം നിന്നെ മാനിക്കണമോ അവിടേക്ക് കൊണ്ടുപോകും. തീർന്നില്ല. അവിടെയും ഉപദ്രവം. കുണ്ടറകൾ കാത്തിരിക്കുന്നു ചെയ്യാത്ത കുറ്റത്തിന്. ഒരിക്കൽ പോലും യോസേഫ് ശിക്ഷിക്കപ്പെട്ടിട്ടുള്ളത് താൻ ചെയ്തിട്ടുള്ള കുറ്റങ്ങൾക്കല്ല, ചെയ്യാത്ത കുറ്റങ്ങൾക്കാണ്. പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾക്ക്, കാണിച്ചിട്ടില്ലാത്ത കാര്യങ്ങൾക്ക് വിധിക്കപ്പെട്ടു, ശിക്ഷിക്കപ്പെട്ടു, അനുഭവിക്കപ്പെട്ടു. കൂടിയിരുന്നവരെയൊക്കെ സ്വപ്നങ്ങൾ കൊണ്ട്, വിവർത്തനങ്ങൾ കൊണ്ട്, വിവേചനങ്ങൾ കൊണ്ട്, തർജ്ജമകൾ കൊണ്ട് രക്ഷിച്ചു. എങ്കിലും അവരോടൊന്ന് പറഞ്ഞു. എന്താണെന്ന് പറഞ്ഞതറിയാമോ? പാനപാത്രവാഹൻ തന്നോടൊപ്പം ജയിലിലുണ്ടായിരുന്നു, ആ തടവറയിൽ ഉണ്ടായിരുന്നു. അവനോടൊരു വാക്ക് യോസേഫ് പറഞ്ഞു, നീ രാജസന്നിധിയിൽ ചെല്ലുമ്പോൾ അടിയനെ കൊടുന്ന് ഓർക്കണേ. അവൻ ഓർത്തില്ല. പാനപാത്രവാഹൻ മറന്നു കളഞ്ഞു. എന്നാൽ മനുഷ്യരിൽ ആശ്രയിച്ചതുകൊണ്ട് യോസേഫ് അതിനോട് ദൈവത്തോട് ക്ഷമയോദിച്ച് കാണും. കർത്താവേ, പാനപാത്രവാഹനിൽ കൂടെ ഞാനൊരു രക്ഷ, രാജാവിൻ്റെ സന്നിധിയിൽ എൻ്റെ വിഷയത്തെക്കുറിച്ചൊരു ഓർമ്മ കൊണ്ടുവരുവാൻ ആഗ്രഹിച്ചുവെങ്കിൽ എൻ്റെ തെറ്റായിപ്പോയി എന്ന് യോസേഫ് ദൈവത്തോട് അനുദപിച്ചപ്പോൾ ദൈവം യോസേഫിനോട് പറഞ്ഞു, പാനപാത്രവാഹനിൽ കൂടെയല്ല, എൻ്റെ വൻകരവുമായി ഞാൻ നിനക്ക് പ്രത്യക്ഷപ്പെടും. ആർക്കും എതിരിടുവാൻ കഴിയാത്തതായ അതിശക്തിയുള്ള കരങ്ങൾ കൊണ്ട് ഞാൻ നിന്നെ വിടുവിക്കും. ഞാൻ നിന്നെ രാജസന്നിധിയിലേക്ക് കൊണ്ടുവരും. ഞാൻ നിന്നെ രാജാവാക്കി വാഴിക്കും. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവത്തിന്റെ പൈതലേ, ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മോട് സംസാരിക്കുന്നത്, ദൈവം നമുക്ക് തരുന്ന ദർശനങ്ങളും, ദൈവം നമ്മോട് സംസാരിക്കുന്നതായ വിധങ്ങളും, ദൈവം നമ്മെ ഇഷ്ടപ്പെടുന്നതും, ദൈവം നമ്മെ സ്നേഹിക്കുന്നതും, ദൈവം നമ്മോട് സംസാരിക്കുന്നതും അനേകം ശത്രുക്കളെ നമുക്ക് കൊണ്ടുവരും. ലോകത്തിന് നമ്മൾ ഉപകാരികളായിരിക്കാം, ദേശത്ത് നമ്മൾ ഉപകാരികളായിരിക്കാം, നമ്മുടെ സ്വന്തം കുടുംബത്തിന് നാം രക്ഷകനായിരിക്കാം. പക്ഷെ അവരെല്ലാം ശത്രുക്കളായിട്ട് മാറും. അവരുടെ തെറ്റല്ല. നിന്നെ ആകേണ്ട രീതിയിൽ പാകപ്പെടുത്തി എടുക്കുവാൻ
ഒരു രാജസന്നിധിയിൽ സിംഹാസനത്തിൽ നിന്നെ ഇരുത്തുമ്പോൾ പ്രജകളോട് നീ മനോദയമുള്ളവനായി തീരേണ്ടതിന്, അല്ലെങ്കിൽ മനസ്സലിവുള്ളവനാകേണ്ടതിന് ദൈവം നിന്നെ പാകപ്പെടുത്തിയെടുക്കുകയാണ്. ഒരു ദുഷ്ടന്മാർക്ക് രാജസന്നിധിയിലെ സിംഹാസനം യോജ്യമല്ല. അവൻ പ്രജകളെ അവൻ ഞെരുക്കും, അവരുടെ കണ്ണുനീര് കുടിപ്പിക്കും. എന്നാൽ ദൈവമാണ് ഒരു സിംഹാസനത്തിലുള്ള രാജാവിനെ ഇരുത്തുന്നതെങ്കിൽ അവൻ ജനങ്ങളോട് ദയയുണ്ടാകണം. ദുഷ്ടന്മാരോടും നീതിമാന്മാരോടും അവൻ ദയയുള്ളവനാകണം, നീതിക്ക് വേണ്ടി നിൽക്കുന്നവനാകണം. അങ്ങനെ നീതിയുടെ മാർഗത്തെ യോസേഫിനെ പഠിപ്പിക്കുന്നതിന് വേണ്ടി, നമ്മയൊക്കെയും പഠിപ്പിക്കുന്നതിന് വേണ്ടി ദൈവം പല കഷ്ടങ്ങളിൽ കൂടെ കൊണ്ടുപോകും. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് എടുത്തു പറയുകയാണ്. നോക്കൂ, യോസേഫിനോട് വഴക്ക് പറഞ്ഞ അപ്പൻ ഒരു ദിവസം ഒരു യാമത്തിൽ മകന്റെ മുൻപിൽ വന്ന് നിന്നുകൊണ്ട് കൈ കൂപ്പിക്കൊണ്ട് നിൽക്കുന്ന ഒരു പ്രഭാതം ദൈവം സൃഷ്ടിച്ചു. സ്വപ്നം അവിടെ പൂർത്തിയായി. യോസേഫ് അവിടം വരെയും സഹിഷ്ണുതയോടെ കാത്തുകൊണ്ടിരുന്നു. കാരണം ദൈവമാണ് ദർശനം തന്നതെങ്കിൽ അതിന്മേൽ പ്രവൃത്തിയെല്ലാം ദൈവത്തിന് അധികാരപ്പെട്ടതാണെന്ന് യോസേഫ് കണ്ടു. അതുകൊണ്ടും തന്നെ നിന്നെ ദൈവമാണ് വിളിച്ചത്, ദൈവമാണ് ചില ദർശനങ്ങൾ നിനക്ക് തന്നത്, ദൈവമാണ് നിന്റെ കൈക്ക് പിടിച്ച് നിന്നെ നടത്തുന്നതെങ്കിൽ, ദൈവമാണ് നിനക്ക് മുൻപിൽ നടക്കുന്നതെങ്കിൽ, പ്രിയപ്പെട്ട ദൈവവൈതലേ, നീ ഭയപ്പെടേണ്ട. നിന്റെ മുൻപിൽ വരുന്ന ഞെരുക്കങ്ങളെല്ലാം. എന്നാൽ ഒരു കാര്യം, ഒരധികാരത്തിൽ നീ വരുമ്പോൾ അവരോട് പകരം വീട്ടുന്നവനല്ല, അവരെയൊക്കെയും രക്ഷിക്കുവാൻ ദൈവത്തിന്റെ ഉദ്ദേശം അതാണ്. നിന്നിൽ കൂടെ വേണം അവരെയൊക്കെ രക്ഷിക്കുവാൻ, നിന്റെ ശത്രുക്കളെ രക്ഷിക്കുവാൻ. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രഭാതയാമത്തിൽ ദൈവം തന്ന ആലോചനയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. കണ്ണുനീരിലും കഷ്ടത്തിലും പ്രയാസത്തിലും മനുഷ്യരോടോ ദൈവത്തോടോ നീരസപ്പെടുന്ന ഹൃദയങ്ങളെ ദൈവം നിനക്ക് തന്ന ദർശനത്തിന്റെ അതിന്റെ പൂർത്തീകരണത്തിനായി ദൈവം നടത്തുന്ന വഴികളെ കുറിച്ചുള്ളതായ ഒരു ധാരണ, ഒരു പരിജ്ഞാനം നിന്റെ ഹൃദയത്തിലുണ്ടാകുമ്പോൾ നിന്റെ നാവുകൾ വിശ്വാസത്താൽ ചില വാക്കുകൾ ഉച്ചരിക്കും. വിശ്വാസത്താൽ അത് ഏറ്റെടുക്കുന്ന ഒരു സ്വഭാവം നിന്നിൽ രൂപീകൃതമാകും. അതത്ര മനോഹരമാണ്. ആ ദിവസമാണ് ദൈവം നിന്നെ സ്നേഹിക്കുന്നു എന്ന് ലോകം മനസ്സിലാക്കുന്നത്. ഗഡ് ബ്ലെസ് യു.